ഈ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത്രയും പേടിയുണ്ടായിട്ടാണോ രാത്രി എന്റെ മതിൽ ചാടിക്കിടന്നത്? പത്തായത്തി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കിടക്കും. സത്യം. വാ. വൈൻ കുടിക്കില്ലേ? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, നീ പൂണൂലൊക്കെ മാറ്റി മതം മാറി ക്രിസ്ത്യാനിയായോ? പൂണൂലൊക്കെ എന്നേ അഴിച്ചതാ. പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല പേരും പറഞ്ഞു വിളിക്കുന്നത്. അപ്പോ ഏത് രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാര അടിക്കാനും മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും. ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ. ഓ ശരി മാഡം. ഗുഡ് ബോയ്. ദേ ഇതുകൂടി. ഈശോയെ, എന്തു പറ്റി? ഇത് വലിയ വില കൂടിയ പൊന്നുംകുരിശ. ആന്റിക് പീസ്. തോമസ് ലേ കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നുംകുരിശ. പുള്ളിക്കാരന്റെ കളക്ഷനാ. എന്നിട്ടാണോ ഇങ്ങനെ ചുമ്മാ രൂപക്കൂട്ടി വെച്ചേക്കുന്നത്? ഏയ്, ഇത് തോമസിന്റെ ഒരു തിങ്കിങ്ങാ. ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ, വിലയും കൊടുക്കത്തില്ല. ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി. പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. നീ ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ശാന്തനു, നീ എവിടെ എന്തെടുക്ക? ഒന്നുമില്ല, ഞാൻ വെറുതെ. നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് മെയിൽ അയക്കേ. വേണ്ട വേണ്ട വേണ്ട, മെയിൽ മതി, അതാ സേഫ്. മെയിൽ ഐ ഡി എന്താ? Teresa1983@gmail.com. Teresa1983@gmail.com. അതെ, എന്താടാ? 1983 ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ആ, സെപ്റ്റംബർ 1, 1983. സെപ്റ്റംബർ 1919. അപ്പോൾ 1000 രൂപ ലാഭം അല്ലേ? പാർട്ടിക്ക് ഇന്ന് തന്നെ അത് കൊടുക്കണം. അതാണ് വിശ്വാസം. ശരി, ഇന്ന് തന്നെ കൊടുക്കണേ. ശരി, അതാണ് ബിസിനസ്. സോറി മാഷേ, കുറച്ച് തിരക്കായി. മാഷ പറ. ചന്ദ്രേട്ടാ. ആ എടാ, നീ ഒരു 5 മിനിറ്റ് വിളിയേക്ക്, ഞാൻ വിളിക്കാം.
താൻ പറഞ്ഞിട്ട് ഒരാൾ എന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു. അതല്ലല്ലോ കാര്യം. കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല, വിശ്വാസം എന്ന് പറഞ്ഞ സാധനം കൂടിയുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് വില പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര. മാഷ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാണ്. മാഷ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും. മാഷ് പറയുന്ന പൈസ ഞാൻ മേടിച്ചു തരും. എനിക്ക് വേറെ ബയറെ കിട്ടാത്തതുകൊണ്ടല്ല ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. നേരത്തെ പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാന്നല്ലാതെ എത്ര നാളത്തേക്കെന്ന് താൻ പറയുന്നില്ലല്ലോ. നീ ആളെ വിട് ചന്ദ്ര. അയ്യോ മാഷെ മാഷെ അവിടെ ഇരിക്കും. മാഷ് ഇങ്ങോട്ടാ പോന്നേ. അവിടെ ഇരിക്കി. എന്ത് മാഷ്, എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ശരി, പക്ഷെ ഇത് നിന്റെ അവസാനത്തെ അവസരമാണെന്ന് കൂട്ടിക്കോ. സാധനം എവിടെടാ? നിന്നെ സമ്മതിച്ചെന്ന് പോരെ. ഇത് ബോണസ്. ഇതെന്ത് സംഭവം? അവര് വല്ല കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലേ തടയിടാൻ നമ്മുടെ അടുത്ത് വലുതും വേണ്ടേ. ഇത്തവണ വീഡിയോ ഒന്നും ഒത്തില്ല. ഇത് ഒറിജിനലാടാ. അതുകൊണ്ട് അവളെ അരഞ്ഞാണ് ഞാൻ നൈസായിട്ട് പൊക്കി. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണ്ടേ. ഭാര്യമാരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും സമയമില്ലാത്ത ഭർത്താക്കന്മാരുള്ളപ്പോ നിന്റെ കാര്യം സേഫ് അല്ലടാ. അതൊക്കെ പോട്ടെ, ഇതിന്റെ കാശ് എപ്പോ കിട്ടും? അത് നീ പേടിക്കണ്ട. കാശേ ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ട് നിന്റെ അക്കൗണ്ടിൽ വരും. ആ നിനക്കെന്താടാ, എന്നെ വിശ്വാസമില്ല? ചന്ദ്രേട്ടാ, നിങ്ങൾ തന്നെയല്ലേ ഇത് ട്രീസയുടെ ഭർത്താവിന് വിറ്റത്? എന്നിട്ട് മോഷ്ടിക്കാൻ എന്നെ വിട്ടത് നിങ്ങൾ തന്നെ. എങ്ങനെ വിശ്വസിക്കും? ആ തന്തയില്ലാത്തരം കാണിക്കുന്നവരുടെ നാട്ടില് ഒരു കൊച്ചു മലരനെങ്കിലും ആയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഏത് അതെന്തിലാട്ടെ. ഇനി ഇങ്ങനത്തെ നക്കാപ്പിച്ച കേസൊന്നും എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ ലൈഫ് സെറ്റ് ആവണം. നവരത്നങ്ങൾ പതിച്ച ദേവിയുടെ പഞ്ചലോക വിഗ്രഹം, എ വെരി റെയർ ആൻറ്റിക് പീസ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോടികളാണ് വില. വിറ്റ നിന്റെ മാത്രമാണ്, നമ്മുടെ രണ്ടുപേരുടെയും ലൈഫാണ് രക്ഷപ്പെടുന്നത്. നോക്കുന്നു സാധനം ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? വാ, നീ ഇപ്പൊ ഇവിടുന്ന് ഒരാളെ അറിയിപ്പോന്നുണ്ടില്ലേ? സാധനം പുള്ളിയുടെ കയ്യിൽ കുടുംബവക ക്ഷേത്രത്തിലെയോ മറ്റോ ആണ്. പക്ഷെ വില കൊണ്ട് അങ്ങോട്ട് അടുക്കുന്നില്ല. പിന്നെ മോഷ്ടിക്കാൻ എന്തല്ലേ? അല്ലെങ്കിൽ ഇത് വേണ്ട ചന്ദ്രേട്ടാ. ക്ഷേത്രത്തിലെന്നൊക്കെ പറയുമ്പോ ശരീരത്തിന് കുറുകിട്ട പൂണൂല ഞാൻ അയച്ചു മാറ്റിയിട്ടുള്ളൂ. മനസ്സിന് കുറുകിട്ടത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കൈ വിറച്ചില്ലെങ്കിലും ചിലപ്പോ മനസ്സ് വിറയ്ക്കും. വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ ഇഷ്ടം. നമുക്ക് വേറെ വെക്കാം. എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഒന്നുമില്ല, നീ പോയി കിടന്നു. എന്താ പ്രശ്നം? കുറച്ച് ദിവസമായില്ല തുടങ്ങിയിട്ട്. ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. സമാധാനം പോവാനേ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇതിപ്പോ 5ാമത്തെ ഇൻസിഡന്റാ, അതും 6 മാസത്തിനുള്ളിൽ. നല്ല പ്രഷറുണ്ട്. നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നേ? കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ. പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ? അതൊക്കെ ശരിയാ, കേസാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. ക്രൈം നടന്നുകൊണ്ടിരിക്കല്ലേ. എൻക്വയറി ആണെങ്കിൽ എങ്ങും എത്തുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും തോറ്റു പിന്മാറാൻ ഞാനില്ല. എവിടെന്നെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. നോക്കിയിരുന്നോ, അപ്പോഴേക്കും അവൻ രാജ്യം വിട്ടു കാണും. എല്ലായിടത്തും ഈ ഭാര്യമാരെ പ്രശ്നം. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ അടക്കമുള്ള പെണ്ണുങ്ങളുടെ വിചാരി ഭർത്താക്കന്മാരൊക്കെ പോങ്ങന്മാരാണെന്നാ. അതാണ് കണ്ടവന്മാരൊക്കെ പിന്നാലെ നടന്നിട്ട് പോയി പ്രശ്നങ്ങളിൽ ചാടുന്നത്. ഓഹോ, അപ്പൊ ഞാൻ ആ ടൈപ്പാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്നെ സംശയമാണല്ലോ. എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കൂ? നീ എന്റെ പൊന്നല്ലേ. കൂടുതൽ സോപ്പൊന്നും വേണ്ട, കാര്യം കാണാൻ അങ്ങോട്ട് വാ, അപ്പൊ ശരിയാക്കി തരാം. അല്ല, ഞാൻ പറയട്ടെ. അടുത്ത കുരിശ്. വാതില് തുറക്ക്, വാതില് തുറക്ക്. വാ.
അല്ല ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചേ? ആവശ്യം എൻ്റെ ആയി പോയില്ലേ? നീ അങ്ങനെ ഒരു പണി തന്നിട്ടാണല്ലോ പോയത്. അത് പിന്നെ എന്റെ സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? അത് എന്റെ മുമ്പിൽ പറതിട്ട് കിടക്കേണ്ടതാ ഇപ്പൊ എന്റെ സിറ്റുവേഷൻ. ദേഹത്ത് പാട് വീഴാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അതായിരുന്നോ? എന്താ? ട്രീസയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? കേട്ടിട്ടില്ലേ, ലവ് ബൈറ്റ്സ്? നിന്റെ ഒരു ലവ് ബൈറ്റ്സ്, അത് എന്റെ സംശയരോഗത്തെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ? അതിനിടയ്ക്ക് എന്റെ അരഞ്ഞാണാണെങ്കിൽ കാണുന്നുമില്ല. അറിയാനും കാണുന്നില്ലേ? അതവിടെ പോയി. എനിക്കറിയില്ല, ഞാൻ ഇന്നാ ശ്രദ്ധിച്ചേ. തോമസ് അറിയുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരെണ്ണം വാങ്ങിയിടണം. അതിന് നീ എന്നൊന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കാനാ? എന്റെ അടുത്ത് അവിടുന്ന് ഇത്രയും പൈസ. ഞാൻ നിന്നോട് ഇപ്പൊ പൈസ ചോദിച്ചോ? നീ അന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നില്ലേ? അത് നീ മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചില്ലല്ലോ. നീ ആ ഫോട്ടോസ് ഒന്ന് അയക്കേ. അതിലെ ഡിസൈൻ നോക്കിയിട്ട് ഞാൻ അതേപോലെ ചെയ്യിച്ചോളാം. അത്രേ ഉള്ളൂ. അതെപ്പോ ചെയ്യുന്ന ചോദിച്ചാ പോരെ? എന്നാ ഒന്ന് വേഗം ചെയ്യ്. ഒരു മിനിറ്റ്, ഇപ്പൊ ചെയ്തു തരാം. അറ്റാച്ച്, സെൻഡ്, ഡൺ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല ആ? ഇനി എപ്പോ കാണും? അതിയാനെ മേപ്പോട്ട് വിളിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അയാളുടെ കാറ്റ് പോയി കഴിഞ്ഞാ പിന്നെ. കാറ്റ് പോവാനോ? ഞാൻ തോമസിന്റെ പ്രൊമോഷന്റെ കാര്യം ഉദ്ദേശിച്ചത്. അല്ല. അങ്ങനെയാണെങ്കിൽ എന്നും ടൂറിലായിരിക്കുമല്ലോ. അല്ല, അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും എനിക്ക് എന്റെ ചക്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തായി എടോ? എന്തായെന്ന്? ആരോ ഒരാൾ വന്നു പോയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ട്രീസയുടെ അറിവോടെ, അല്ലെങ്കിൽ പക്ക റോബറി. അതറിഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ. അവൾ അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളതല്ല, എനിക്ക് ആ സാധനം കിട്ടിയേ പറ്റൂ. ഇനിയിപ്പോൾ അവളുടെ അറിവോടെയാണ് അവൻ അകത്ത് കടന്നിട്ടുള്ളതെങ്കിൽ തനിക്ക് അന്വേഷിക്കാൻ വേറൊരു മഡ്ഡക്കസൂർ കിട്ടും. അത്ര തന്നെ. താനൊരു മാര് ഭർത്താവ് സ്റ്റൈൽ എടുക്കല്ലേ? ആദ്യം ട്രീസ വന്നിട്ട് സത്യം എന്താണെന്നറിയട്ടെ. തനിക്ക് എന്റെ സീരിയസ്നെസ് അറിഞ്ഞോളത്തുണ്ടാ? വില പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്ന സാധനമാണ്. സമയത്തിന് കൊടുത്തില്ലെങ്കിലേ എന്റെ തല പോവും. ഹായ് അജയ്, ഹായ്. നിങ്ങളിതെപ്പോ വന്നു? ഞാനില്ലാത്ത സമയത്ത് ആരാടി ഇവിടെ വന്നേ? ഇവിടെ ആര് വരാൻ? നിങ്ങക്ക് എന്ത് വട്ടായോ? ഇതെന്തു പറ്റി? അപ്പൊ രൂപക്കൂട്ടി വെച്ചിരിക്കുന്ന പൊന്നും കുരിശ് എവിടെ? തനി ഇറങ്ങി ഓടിയോ? അത്രേ ഉള്ളോ? അതെന്റെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ എടുത്തു തരാം. എന്നാ എടുത്ത എന്തേ കാള പറ്റൂന്ന് കേൾക്കുമ്പോ തന്നെ കയറെടുക്കുന്നത് തന്നെ പോലെ സംശയ രോഗമുള്ള ഭർത്താക്കന്മാരുടെ സ്ഥിരം പരിപാടി. അപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ ആരോ വന്നുപോയെന്ന് താൻ പറഞ്ഞതോ? അത് പിന്നെ ഏത് പോലീസുകാർക്കും ഒരു അബദ്ധം പറ്റാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. നിങ്ങളുടെ പൊന്നും കുരിശ്. ആ, ലുക്ക് ട്രീസ, അവൻ ആരാണെന്ന് എനിക്കറിയില്ല. അവൻ കാരണം പ്രശ്നം ഉണ്ടാകുന്ന ആദ്യത്തെ ഫാമിലിയും അല്ല അത്. നിങ്ങളോട് അവൻ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല, മോഷണം നടത്താനുള്ള ഒരു സേഫ് ട്രാക്ക് മാത്രമാണ് നിങ്ങൾ. ഇനി മറ്റൊരു കുടുംബത്തിന് ഈ ഗതി വരരുത്. അതുകൊണ്ട് യു മസ്റ്റ് ഹെൽപ്പ് മീ പ്ലീസ്. ഞാൻ പറയാം. Give me some time. തോമസേ, നിങ്ങൾ ഈ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് അവനെയാണ്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം. വല്ലവൻ്റെ കൂടെ കിടന്നവളെ നിനക്ക് വാരിയിട്ടെന്തിന്? சார் சந்துரு சார் சார் உங்களை தெரிய போலீஸ் வந்திருக்கு. പോലീസാ? ஆ മാറ്.
ഏയ് ഇതിനാണോ നീ എന്നെ രാത്രി വിളിച്ചു വരുത്തിയത്? സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകുന്നത് ഒരു ഭാഗ്യമാണ് അല്ലേ ചന്ദ്രേട്ടാ? അക്കാര്യത്തിലേ ചെറുപ്പക്കാരനായ നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഈ ചന്ദ്രേട്ടനില്ല. കാശില്ലാത്തതിൻ്റെ പേരിലേ സ്നേഹിച്ച പെണ്ണ് ഇട്ടേച്ചു പോയി ഓട്ടുപുല്ല്. അതിന് ശേഷം എനിക്ക് പണത്തോട് മാത്രമാണ് സ്നേഹം. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കുണ്ടായിട്ടുള്ളതൊന്നും സ്നേഹവും പ്രേമവും ഒന്നും അല്ലല്ലോ, കാമം മാത്രല്ലേ. ജീവിക്കാൻ വേണ്ടി ഞാനതിനൊരു ആയുധമാക്കിയെന്ന് മാത്രം. പക്ഷെ മടുത്തു തുടങ്ങി. ഏതെങ്കിലും ഒരു നല്ല ഡീലൊത്തുന്ന ഞാനന്ന് ഈ പരിപാടി നിർത്തും. അതിനു മുമ്പ് കുറച്ചാൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം. പോലീസ് പിന്നാലെ കൂടിയിട്ടുണ്ടോ എന്നൊരു പേടി. ഞാനും നിന്നോടത് പറയാതിരിക്കായിരുന്നു. നീ എവിടെയെങ്കിലും കുറച്ചാൾ മാറിയിരിക്കണം. വേണം. ട്രീസ് ആത്മഹത്യ ചെയ്തു. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് അത്ര ആയുസേ ഉള്ളൂ എന്ന് വിചാരിച്ച് നീ അങ്ങ് മറന്നു കളയടാ. ചന്ദ്രേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് നഗരപ്പെടണം. ഇനി ഇവിടുന്ന് ശരിയാവില്ല. അതിന് പറ്റിയ സ്ഥലമുണ്ട്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നിനക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ കഴിയും. അതേതാ അങ്ങനെ ഒരു സ്ഥലം? ഇതേ ജില്ലയിലെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു പക്ക നാട്ടുണ്ട്. നിന്നോട് ഒരു പഞ്ചലോക വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു. നിനക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് ബ്രാഹ്മണനാണ്, ദൈവത്തെ തൊട്ട് കളിച്ചാ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ നിന്നെ നിർബന്ധിക്കാൻ. ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഡീറ്റെയിൽസ് പറ. നീ ഒന്ന് ഓഫീസിൽ വന്നപ്പോൾ ഒരാളെ കണ്ടില്ലേ? അതാണ് ഗൗതം. അയാളുടെ വീട്ടിൽ അയാൾക്കൊരു ഔട്ട് ഹൗസ് മുമ്പ് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവിടെ ഇപ്പോൾ ആരും താമസമില്ലെന്നാണ് ഞാൻ വിളിച്ചു പറയാം. അപ്പൊ എങ്ങനെയാ? ഞാൻ വിളിച്ചു പറയട്ടെ? ധൈര്യമായിട്ട് വിളിച്ചു പറ. അയാളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ ഇനി ഞാനും ഉണ്ടാവും. എന്നിട്ട് സമയം കളയാതെ ഒരു ബയറെ കണ്ടെത്ത്. ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ കളിയായിരിക്കും. ദ വെരി ലാസ്റ്റ് ഗെയിം. യെസ്.